വീണ്ടും ഇന്നത്തെ അനുഭവം ഞാൻ മഴയത്തിരുന്ന് മഴ കേട്ടുകൊണ്ടാണ് പിടിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണല്ലേ. മഴയ്ക്ക് അങ്ങനെ ഒരുപാട് ഫീലിംഗ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗുരുവായൂർ നിങ്ങൾ മഴയത്ത് രാത്രിയിൽ ആ മഞ്ഞ വെളിച്ചത്തിൽ ആ കോളമരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, എന്തൊരു ഭംഗിയാണെന്നറിയോ. അത് നമുക്ക് സങ്കല്പിക്കാൻ ലോകത്തിൽ ഇത്രയും മനോഹരമായിട്ട് ചില നിമിഷങ്ങൾ തരുന്ന ഒരിടം ഉണ്ടെങ്കിൽ അത് ഗുരുവായൂർ തന്നെയാണ്. ഒരു സംശയവുമില്ല. നമ്മൾ വല്ലാത്തൊരു ലോകത്തിലേക്ക് പോകും. ഏറ്റവും ഫ്ലറിഷായിട്ടുള്ള അത്രയും എന്താ പറയേണ്ടത്, ഞാൻ അധികം വർണ്ണിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പോകണം തോന്നിപ്പോവും. അതുകൊണ്ട് പറയില്ല കേട്ടോ, വെറുതെ പറഞ്ഞാണേ. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കൃഷ്ണഭക്തയാണ്. ദയവായി എൻ്റെ പേര് വെളിപ്പെടുത്തരുത്. ഞാൻ IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. കുറച്ചു കാലമായി ഗുരുവായൂരിലേക്ക് പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ രാവിലും കുടുംബത്തിനായിട്ട് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഞാൻ ത്രിമധുര അല്ലെങ്കിൽ നാരായണീയം കേൾക്കാറുണ്ട്. നമ്മുടെ മനസ്സ് അനാവശ്യ ചിന്തകളിലേക്ക് വഴിതെറ്റാതിരിക്കാനായി ദൈവത്തെ സ്ഥിരമായി സ്മരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധ്യമാകുമ്പോഴൊക്കെ ഞാൻ മന്ത്രജപം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഗുരുവായൂരിലേക്ക് പോകാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് എപ്പോൾ നടക്കുമെന്നറിയില്ലായിരുന്നു. അതിനായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ സമയം കുട്ടികളുടെ സ്കൂൾ അവധിക്കാലത്ത് ഞാൻ കേരളത്തിലേക്ക് വന്നു. കുട്ടികൾക്ക് അവധിയായിരുന്നെങ്കിലും ഞാൻ വീട്ടിൽ നിന്നും ജോലി ചെയ്യായിരുന്നു. ഗുരുവായൂരിലേക്ക് എപ്പോഴാണ് പോകാൻ കഴിയുക എന്ന് ഞാൻ സഹോദരിയോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. ഏപ്രിൽ തന്നെ പോകാൻ ശ്രമിക്കാമെന്ന് അവൾ പറഞ്ഞു. പക്ഷേ ഒരു തീയതി ഉറപ്പിച്ചിരുന്നില്ല. അതിനാൽ മുൻകൂട്ടി അവധി അപേക്ഷിക്കാനായില്ല. ഓഫീസിലൊരു പ്രശ്നമുണ്ടായിരുന്നു. പല ടീമുകൾ ഉൾപ്പെട്ടതിനാൽ അത് ഏകദേശം 3 ആഴ്ചയായി നിലനിന്നുകൊണ്ടിരുന്നു. ഒടുവിൽ സഹോദരി ഒരു തീയതി ഉറപ്പിച്ചു. എന്നാൽ പ്രശ്നം തീർന്നിട്ടില്ലാത്തതിനാൽ അവധി ചോദിക്കാൻ ഞാൻ മടിച്ചു. ഞാൻ സഹോദരിയോട് ഞാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. യാത്രയ്ക്ക് മുൻപത്തെ ദിവസം ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. വൈകുന്നേരം 6 മണിക്ക് മീറ്റിംഗ് തുടങ്ങി. അത് തുടരുകയായിരുന്നു. സഹോദരി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഫോൺ എടുക്കാനും ഉറപ്പിക്കാനും കഴിയാതെയായി. ഒടുവിൽ രാത്രി 9 മണിയോടെ ഇന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ഞാൻ ഗുരുവായൂരിലേക്ക് പോകാൻ കഴിയുകയും ചെയ്താൽ ഈ അനുഭവം ഞാൻ ത്രിമധുരത്തിൽ പങ്കുവയ്ക്കുമെന്ന് ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ രാത്രി 10 മണിക്ക് പ്രശ്നം പരിഹരിക്കപ്പെട്ടു. തുടർന്ന് ഞാൻ സഹോദരിയോട് നാളെ കൂടെ വരാമെന്ന് ഉറപ്പിച്ചു. എൻ്റെ ഭർത്താവ് കുട്ടികളെ നോക്കിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ വൈശാഖ മാസത്തിൽ ഗുരുവായൂരിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചു. എന്താ കഥ? ഒന്നും പറയാനില്ല. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ നമുക്ക് ചിലപ്പം കണ്ണൻ്റെ അടുത്ത് എത്താൻ പറ്റിയെന്ന് വരില്ലല്ലേ. എങ്കിലും കിട്ടുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ ഗുരുവായൂരിലേക്ക് ഓടി വരാൻ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മളെപ്പോഴും. വന്നു കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വീണ്ടും വരാൻ പെട്ടെന്ന് തന്നെ തോന്നുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അതൊന്ന് ഗുരുവായൂർ തന്നെയാണ്. ഒരു സംശയമില്ലല്ലേ. എന്താ പറയേണ്ടത്? അപ്പം കഴിഞ്ഞു കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഹരേ കൃഷ്ണ.